മലപ്പുറം കൊണ്ടോട്ടിയിൽ വീണ്ടും വൻ ലഹരിവേട്ട. 10 കിലോ കഞ്ചാവുമായി ഒരു ഒഡീഷ സ്വദേശി ഉൾപ്പെടെ 3 അംഗ സംഘത്തെ എക്സൈസ് പിടികൂടി. ഒഡീഷയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്താനായിരുന്നു സംഘത്തിന്റെ നീക്കം. കൊണ്ടോട്ടി കുമ്മണിപ്പറമ്പ് സ്വദേശി സലീം, പള്ളിക്കൽ ബസാർ സ്വദേശി മുസ്തഫ, ഒഡീഷ സ്വദേശി ലിയാഖത്ത് എന്നിവരാണ് കരിപ്പൂർ എയർപോർട്ട് റോഡിലെ ന്യൂമാൻ ജംഗ്ഷന് സമീപത്തു നിന്നും എക്സൈസ് വലയിലാകുന്നത്. മലപ്പുറം എക്സൈസ് ഇന്റലിജൻസും ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ രഹസ്യ നീക്കത്തിലാണ് സംഘം പിടിയിലായത്. പിടിയിലായവർ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് ശൃംഖലയിലെ പ്രധാന കണ്ണികളാണെന്ന് എക്സൈസ് വ്യക്തമാക്കി. സംഘത്തലവനായ സലീമിനെതിരെ ആന്ധ്രാപ്രദേശിൽ 100 കിലോ കഞ്ചാവ് കടത്തിയതിനും തമിഴ്നാട്ടിൽ 20 കിലോ കഞ്ചാവ് കടത്തിയതിനും നേരത്തെ കേസുകളുണ്ട്. ആന്ധ്രയിലെ കേസിലെ കൂട്ടുപ്രതിയാണ് ഇപ്പോൾ പിടിയിലായ മുസ്തഫ. ഒഡീഷയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന ലഹരി ജില്ലയിലെ ലഹരി മാഫിയകൾക്ക് വിതരണം ചെയ്യുന്നതാണ് ഇവരുടെ രീതി. ഒറീസയിൽ നിന്ന് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് ഇന്ന് കാലിക്കറ്റ് എയർപോർട്ടിന് സമീപത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 3 പ്രതികളാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് എയർപോർട്ടിന് സമീപം കുമ്മണിപ്പറമ്പ് താമസിക്കുന്ന സലീം, അതുപോലെ പള്ളിക്കൽ ബസാർ സ്വദേശി മുസ്തഫ, അതുപോലെ ഒരു ഒറീസ സ്വദേശിയാണ് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒറീസയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് കാലിക്കറ്റ് എയർപോർട്ടിന് സമീപം സൂക്ഷിച്ചു വെച്ച് ഇത് ചില്ലറ വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇപ്പോൾ എക്സൈസിന്റെ വലയിലായിട്ടുള്ളത്. സംഭവത്തിൽ കൂടുതൽ കണ്ണികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് മലയാളം, മലപ്പുറം.